Hey friends, welcome back to our YouTube channel. It's me Kyun. So എന്തൊക്കെയുണ്ട്? ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സിമ്പിൾ സ്കൂൾ മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആയിട്ടാണ്. സിമ്പിളായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നത്. സോ 2-3 പേരൊക്കെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും വിചാരിച്ചു ഈ ഒരു വീഡിയോ അങ്ങ് ചെയ്ത് കളഞ്ഞേക്കാന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ആഗസ്റ്റ് 27-ാം തീയതിയാണ് എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് എന്ന് എഡിറ്റ് ചെയ്ത് ഇടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യമായ ഒരു ധാരണയൊന്നുമില്ല. അപ്പം അങ്ങ് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ അങ്ങ് ചെയ്തിട്ടേക്കാം. സോ എൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്ത കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ലേറ്റസ്റ്റ് എൻ്റെ ഡാൻസ് മറ്റേ ആസാക്കൂടിയൊക്കെ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുള്ളൊരു ഇതാണ് കാണാൻ വേണ്ടി സാധിക്കുക. സോ എൻ്റെ ഹെയറൊക്കെ ഞാൻ കട്ട് ചെയ്തായിരുന്നു. സോ ഇന്നെന്ന് നോക്കുമ്പോൾ എനിക്ക് അധികം പഠിക്കാനൊന്നുമില്ല. ഒന്നാമതൊരു ഹോളിഡേ ആയിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം എന്ന് പറയുന്നത്. സോ എൻ്റെ എക്സാം തുടങ്ങുന്നത് സെപ്റ്റംബർ 3-ാം തീയതിയാണ്. ഫസ്റ്റ് എക്സാം തന്നെ സോഷ്യൽ സയൻസ് ആണ്. സോ അതിനുള്ളൊരു എക്സാം പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ 1 മാസം മുമ്പേ തുടങ്ങിയിരുന്നു. കാരണം അത്രയ്ക്ക് കുറച്ച് ടഫ് ചാപ്റ്റേഴ്സാണ് ഞങ്ങളുടെ സോഷ്യൽ ജോഗ്രഫിയിലുള്ളത്. സോ ഇന്ന് ഞാൻ അതുപോലെ തന്നെ ജോഗ്രഫി പഠിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. സോ ഞാൻ ഇന്ന് രാവിലെ എണീക്കുന്നത് 4 മണിക്കാട്ടോ. കാരണം ഒത്തിരി തന്നെ പഠിക്കാനും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 സോഷ്യൽ സയൻസസ് ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയുകയും ചെയ്തു. ഇനി എനിക്ക് ജോഗ്രഫിയിൽ ഒരു 2.5 ചാപ്റ്ററും കൂടെ പഠിക്കാനുണ്ട്. പിന്നെ സോഷ്യലിൽ ഒരു ചാപ്റ്ററും കൂടി എനിക്ക് പഠിക്കാനുണ്ട്. സോ അതിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. അത് പിറ്റേന്ന് രാവിലെ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഇരുന്നിട്ട് നന്നായിട്ട് തന്നെ റിവിഷൻ നടത്തുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കവേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു ചാപ്റ്ററിൽ അറിയാം. എന്നാൽ നമ്മൾ എപ്പോഴത് മറന്നു വാങ്ങണമെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ മറന്നു പോകാനുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഞാനൊരു A4 ഷീറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒരു നോട്ട് പോലെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഇങ്ങനെ തുറന്നെടുത്ത് ജസ്റ്റ് നോക്കിയാൽ മതിയല്ലോ. മറന്നു പോകുമെന്ന് ഉറപ്പുള്ള സംഭവങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു A4 ഷീറ്റിൽ എഴുതി വെക്കുന്നത്. പിന്നെ കൂടുതലും ഞാൻ നോട്ട് നോക്കിയിട്ടല്ല ഞാൻ ഈ ഒരു എക്സാമിന് പഠിക്കുന്നത്. നോട്ട് നോക്കി പഠിക്കും, എന്നാലും കൂടുതൽ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് എന്നെ വായിച്ചിട്ടാണ് പഠിക്കാറുള്ളത്. മീൻസ് കൂടുതലായിട്ടും ടെക്സ്റ്റ് ബുക്ക് അതാണ് യൂസ് ചെയ്യുക. കൂടുതലായിട്ട് അങ്ങനെയാണ്. അന്ന് വെച്ചാൽ ഞാൻ നോട്ടിൽ നോക്കി പഠിക്കുന്നില്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ. സോ ഞാനിങ്ങനെ നോട്ടൊക്കെ എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാവിലെ കേൾക്കുന്ന ഒരു കിളിനാദമൊക്കെ കേട്ടിട്ടാണ് ഞാൻ എൻ്റെ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ നോട്ടും കാര്യങ്ങളെല്ലാം സംഭവം സെറ്റാക്കി കഴിഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോയിട്ട് തിരിച്ച് വന്നിട്ട് വീണ്ടും ഇന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് ഞാൻ കുളിച്ചിട്ട് എന്തിനാണ് പഠിക്കണമെന്ന് വയ്ക്കുമ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ നിന്ന് എനിക്ക് റെഡി ആവാൻ അങ്ങനെയൊന്നും സമയം വേണ്ടി ഒട്ടും കിട്ടിയില്ല. സോ ഇതെന്ന് വയ്ക്കുമ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് പഠിച്ചിട്ട് നേരെ അങ്ങ് പോയാൽ മതിയല്ലോ. സോ അങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു. എളുപ്പ വഴികളും കുറുക്ക് വഴികളുമാണ് എൻ്റെ മാർഗ്ഗങ്ങൾ. സോ അങ്ങനെ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പ്രഭാത കൃത്യങ്ങളെല്ലാം തന്നെ ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ കുളിക്കാൻ വേണ്ടി കയറിയത്. അതായത് പല്ല് തേക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എൻ്റെ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന്, അതായത് പഠിച്ചു കഴിഞ്ഞു എന്ന്. സോ അതായിരുന്നു ഞാൻ റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ എന്ന് പറയുന്ന ജോഗ്രഫിയിലെ സെക്കൻഡ് ചാപ്റ്റർ ഞാൻ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇരുന്ന് പഠിച്ചാൽ ആ ഒരു ചാപ്റ്റർ എന്തായാലും ഒന്ന് കംപ്ലീറ്റ് ആവാൻ വേണ്ടി പോകുന്നില്ല. മീൻസ് ഞാൻ പഠിച്ച് തീരാൻ വേണ്ടി പോകുന്നില്ല. എന്തായാലും അങ്ങ് തുടങ്ങിയേക്കെന്ന് എന്ന് വിചാരിച്ചു. പിന്നെ എനിക്കെന്ന് വയ്ക്കുമ്പോൾ നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മൂകയായിട്ടിരിക്കുന്നത്. നല്ല ഉറക്കക്ഷീണം എന്ന് വയ്ക്കുമ്പോൾ നന്നായി. ഓ മൈ ഗോഡ്. ഇനിയും എത്രയോ ഉറക്കമൊഴിച്ചിരിക്കുന്ന രാത്രികൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വത്സല. പിന്നെ ഞാൻ അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട് എനിക്കെന്ന് നോക്കുമ്പോൾ ഒരു 7:45 ആ ഒരു ടൈമിൽ ബസ് സ്റ്റോപ്പിൽ സ്കൂൾ ബസ് വരും. സോ ഒരു 7:15 ആകുമ്പോഴത്തേന് ഞാൻ വിചാരിച്ചു റെഡി ആവാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞാൻ എൻ്റെ റെഡി ആകലിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വിചാരിച്ചു ഇപ്പോൾ ഇൻ്റെ എക്സ്പാൻസീവ് പ്ലെയിൻ ഒരു സെക്കൻഡ് ചാപ്റ്റർ ഞാൻ പഠിച്ച് തുടങ്ങാൻ വേണ്ടി തുടങ്ങിയല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ പഠിച്ച് കുറച്ചൊക്കെ ഒരു കാലിന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത്രയൊന്നും എത്തിയിട്ട് പോലുമില്ല. ഒരു 4 പേജ് ഞാനിപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടുള്ള 4 പേജിൽ ആ ഒരു ചാപ്റ്ററിൽ ഞാൻ പഠിച്ചു തീർന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ എൻ്റെ ആ ഒരു മനസ്സിൽ തന്നെ ഇങ്ങനെ സ്വയം ഇങ്ങനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ.
പിന്നെ പ്ലെയിൻ ഉണ്ട്, അതാണ് രാജസ്ഥാൻ പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, ദെൻ ഗംഗാ പ്ലെയിൻ, ബ്രഹ്മപുത്ര പ്ലെയിൻ. പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, രാജസ്ഥാൻ പ്ലെയിൻ, ഗംഗാ പ്ലെയിൻ, ബ്രഹ്മപുത്ര പ്ലെയിൻ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് സമയം വേണ്ട. പിന്നെ കഴിച്ചിട്ട് പോണേ, കഴിച്ചിട്ട് പോടാ. ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിക്കോളാം, എനിക്ക് വേണ്ട. യെസ് ഗൈസ്, ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നു കുറച്ച് കൊച്ച് ഭക്ഷണമൊക്കെ കഴിച്ചെന്ന്. സോ ഭക്ഷണം കഴിച്ച് നിൽക്കുമ്പോൾ ഒരു കാപ്പിച്ചായ കുടിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വലിയ കാര്യമായിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കും. പിന്നെ അധികം നേരമൊന്നും വേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ 7:15. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി പഠിത്തമൊക്കെ നിർത്താം. അങ്ങനെ പുട്ടായിരുന്നു ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പുട്ടും പഴവും ബാഗിൽ കയറ്റി വെച്ചിട്ട് ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ നേരെ റെഡി ആവാൻ വേണ്ടി പോവാണ്. സോ ഫസ്റ്റ് ഞാൻ ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇന്ന് ലിപ് ബാം മാത്രമാണ് ഫേസിൽ അങ്ങനെ ഇതായിട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ ഞാൻ വേറെ ദിവസങ്ങളിലൊക്കെ ജസ്റ്റ് ഐബ്രോ ഫില്ലിങ് പിന്നെ ലിപ് ബാം ഇത് മാത്രമേ ഇടാറുള്ളൂ. പിന്നെ വേണ്ടി വന്നാൽ ഇടയ്ക്ക് ഞാൻ മസ്കാര. പിന്നെ ഇന്ന് നോക്കുകയാണെങ്കിൽ എൻ്റെ കണ്ണിൽ വലിയ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ മസ്കാര ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇന്ന് ഞാൻ സാധാരണ ഞാനിങ്ങനെ ഒരു ഷർട്ടിൻ്റെ കൈ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫുള്ളായിട്ട് ചുമ്മാ കൊണ്ടുവരാമെന്ന്. ആ ബട്ടൺസ് ഇടാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. 18 അടവും ഞാൻ പരീക്ഷിച്ചിട്ടാണ് ആ ഒരു ഷർട്ടിൻ്റെ ബട്ടൺസ് ഞാൻ ഇട്ടത് തന്നെ. പക്ഷേ സ്കൂളിൽ എത്തുന്നതിന് എൻ്റെ കോൺഫിഡൻസ് താനെ അങ്ങ് കുറഞ്ഞോളൂ. എനിക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ആ ത്വര അങ്ങ് വരും. അപ്പോൾ സ്കൂളിൽ ഞാൻ ഈ ഒരു ലുക്കിലല്ല പോകണം, അതായത് ആ ഒരു ഷർട്ട് മാത്രം സ്കൂളിൽ എത്തുന്നതിനും ഞാൻ ഫോൾഡ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് മിക്ക ദിവസവും സംഭവിക്കാറുള്ളത്. അപ്പോൾ ഈ ദിവസം അങ്ങനെ തന്നെ സംഭവിക്കും, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ഞാൻ എൻ്റെ ID കാർഡ് അതിടുന്നുണ്ട്. അതിനുശേഷം ഞാൻ സ്ട്രീക്സിൻ്റെ ഹെയർസ് എൻ്റെ ആ ഒരു ഹെയറിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ മുടി എന്തായാലും പറന്നു പോകും, അതിപ്പോൾ വിൻഡോ സീറ്റ് തുറന്നിട്ടാലും തുറന്നിട്ടില്ലെങ്കിലും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഫോർ സേഫ്റ്റി ഒരു ഹെയർ സിറം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പകുതി മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് നേരത്തെ ഓൾറെഡി വെച്ചിരുന്നു. പക്ഷേ അത് തെറ്റായ രീതിയിലാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും ഒന്നും കൂടെ ഹെയർ അങ്ങ് പകുതി വയ്ക്കാമെന്ന്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ മുടി എന്താണെന്ന് അറിഞ്ഞൂടെ, എങ്ങനെ ചീവിയാലും എപ്പോൾ ചീവിയാലും ഇതുപോലെ ഈ വള്ളി തൂങ്ങിക്കിടക്കണ പോലെയാണ് ഇരിക്കുക. അത് നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്, അല്ലാതെ ഞാൻ ചീവാത്തോണ്ടൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഞാൻ നേരെ അങ്ങ് മിഡിൽ പാർട്ടീഷൻ എടുക്കുന്നുണ്ട്. ഏകദേശം ശരിയായി, പക്ഷെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ മുടി 2 സൈഡിലും കെട്ടണ പരിപാടി അത് ഞാൻ ഇന്ന് സ്കൂളിൽ ചെന്നിട്ടാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ മുടി ഒട്ടും ഉണങ്ങിയിട്ട് പോലുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ മുടി നനച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സ്കൂളിൽ ചെന്നിട്ട് കെട്ടാന്ന്. സോ അതിനുവേണ്ടി സ്ലൈഡും അതുപോലെ തന്നെ ബ്ലാക്ക് ബുഷൊക്കെ ഞാൻ എൻ്റെ പോക്കറ്റിൽ ഓൾറെഡി തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ രണ്ടാമത്തെ പകുതിയതും തെറ്റിപ്പോയി, എന്നാലും ഏറെക്കുറെ ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ സ്കൂളിൽ ചെന്നിട്ട് വീണ്ടും പകുത്തേണ്ടി വരും, കാരണം ബസ്സിൽ ആ ഒരു കാറ്റൊക്കെ. സോ അതുകൊണ്ട് തന്നെ സ്കൂളിൽ ചെന്നിട്ട് പകുത്താമെന്ന് വിചാരിച്ചു. 7:35 ആയുള്ളൂ. ഇല്ല എടിയോ, പേടിച്ചു. നീ എടീന്ന് വിളിച്ചപ്പോൾ ഞാൻ അതിലും വലുതായിട്ട് പേടിച്ചു. എന്തപ്പോടെ ഉണ്ടായേ, വിഷുവാണോ പടക്കം പൊട്ടിച്ചാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നുമല്ല. ഞാൻ വിചാരിച്ചു ആ ഒരു ഹോൺ നിങ്ങൾ കേട്ടില്ലേ, സോ ഞാൻ വിചാരിച്ചു അതിൻ്റെ ബസ് വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ ഹോൺ അടിക്കുന്നതായിരിക്കുന്നു. സോ ഞാനും പേടിച്ചു പോയി, എൻ്റെ വീട്ടുകാരും പേടിച്ചു പോയി, അങ്ങനെ മൊത്തത്തിൽ പേടിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബാല്യകാലം പകച്ചു പോയി, അത്ര തന്നെ. ഇതിലും കൂടുതൽ എൻ്റെ ബാല്യകാലം പകയ്ക്കാനില്ല എന്ന് വരെ എനിക്ക് തോന്നിയ നിമിഷമായിരുന്നു ഗൈസ് അത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇറങ്ങാം, കാരണം എനിക്ക് പേടി മൂത്ത് പോയി. സോ എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ വീട് ഇട്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. പിന്നെ ഇന്ന് മമ്മിക്ക് ഓഫാണ്, അതുകൊണ്ട് മമ്മി എന്നെ കൊണ്ടാക്കും കേട്ടോ. സോ ബൈ ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്, സബ്സ്ക്രൈബ്.